ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ബൈസൺ കാലമാടൻ സിനിമ കാണാൻ വേണ്ടിയിട്ട് PVR കൃപയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സിനിമ കണ്ടിട്ട് സിനിമയുടെ റിവ്യൂയും കൂടെ നിങ്ങൾ കണ്ടിട്ടേ പോകാവൂ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തോ, കമൻറ്റ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, എല്ലാം ചെയ്തോ കൂടെ വാ. ഹലോ ഗായ്സ്, അപ്പോൾ തുടങ്ങാം. മാരി സെൽവരാജ് രചനയും സംവിധാനവും നിർവഹിച്ച് 2025 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ തമിഴ് ഭാഷ സ്പോർട്സ് ഡ്രാമ ചിത്രമാണ് ബൈസൺ കാലമാടൻ. അപ്ലോസ് എന്റർടൈൻമെന്റിന്റെയും നീലം സ്റ്റുഡിയോസിന്റെയും കീഴിൽ ദീപക്, സമീർ, അതിഥി ആൻഡ് പാരഞ്ജിത്ത് എന്നിവരാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ നിവാസ് കെ പ്രസന്ന പുള്ളിയാണ് വിജയ് സേതുപതിയുടെ സേതുപതി എന്ന സിനിമയിലും മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ സിനിമാറ്റോഗ്രഫി ഈ സിനിമയിൽ ചെയ്തത് എഡിൽ അറസാണ്. ഈ സിനിമ എഡിറ്റ് ചെയ്തത് ശക്തിയാണ്. അപ്പോൾ ബൈസൺ കാലമാടൻ എന്ന സിനിമയിൽ മെയിൻ ലീഡിൽ വരുന്നത് ധ്രുവ് വിക്രമാണ്. കൂടെ പശുപതി, അമീർ, ലാൽ, രജിഷ വിജയൻ, അനുപമ പരമേശ്വരൻ എന്നിവരൊക്കെ എത്തുന്നുണ്ട്. സിനിമ മാരി സെൽവരാജിൻ്റെ ഒരു ബെസ്റ്റ് തന്നെയാണെന്ന് ഞാൻ പറയും. നമ്മൾ കണ്ട മാരി സെൽവരാജിൻ്റെ ഒരു സിനിമയിലെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ജാതി വെച്ചുള്ള ഡയലോഗ്സ്, അല്ലെങ്കിൽ ആ ഒരു അടിച്ചമർത്തൽ, കുറ്റം പറച്ചൽ, ഒഴിച്ചുമാറ്റൽ, ഇതെല്ലാം ഈ സിനിമയിലും അഫ്കോഴ്സ് ഉണ്ട്. ബട്ട് ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഒരു ഓഡിയൻസിനെ എത്തിക്കുക അല്ലെങ്കിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് മാരി സെൽവരാജ് എന്ന ഒരു ഡയറക്ടറിന് ഒരു വിജയമായിട്ടുള്ള ഒരു കാര്യം. അത് ഈ സിനിമയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്രുവ് വിക്രമിൽ വരുമ്പം ധ്രുവ് വിക്രം കറക്റ്റ് ബൈസൺ കാലമാടൻ അജാതി പെർഫോമൻസ്. എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നിയത് കാലമാടൻ എന്ന് പറയുമ്പം ശരീരം കൊണ്ട് മാത്രം കാണിക്കുന്നില്ല, ചില പ്രവൃത്തികളിലും അത് നമ്മളൊരു കാലമാടൻ എന്ന് പറയിപ്പിക്കും. അമ്മാതിരി ഒരു സൈസ് ക്യാരക്ടറാണ് ധ്രുവ് വിക്രം ബൈസണിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. കിട്ടിലം പെർഫോമൻസ്. കിട്ടാനെന്നാണ് ക്യാരക്ടർ റോൾ നെയിം വരുന്നത്. ഒരു കബഡി ബേസ്ഡ് ഫിലിമാണ്. ഒരു കബഡിയായിട്ട് ഒരു കബഡി പ്രാന്തൻ എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു, ഒരു ജാതിയുള്ള അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ പിടിച്ച ഒരു നാട്ടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അടിച്ചമർത്തിൽ നിന്ന് എങ്ങനെ ഉയർത്തെഴുന്നേറ്റ് പോകുന്നു എന്നുള്ള ഒരു സിനിമയും കൂടെയാണ് ബൈസൺ. ബൈസണിൽ രണ്ടാമത് വരുമ്പം പശുപതിക്കൊക്കെ ഇതുപോലത്തെ ഉള്ള റോള് നിങ്ങൾക്ക് സർപ്പാട്ട പരമ്പര കണ്ടവർക്ക് അറിയായിരിക്കും. ഈ റോളൊക്കെ പശുപതിക്ക് പുഷ്പം പോലെ ചെയ്യും. ഇതൊക്കെ പുള്ളിക്കാരന് വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞില്ല ഇഡ്ലിക്കടയിൽ രാജകിരൻ്റെ ഒരു റോളുണ്ട്, അതായത് ഒരു ഡിവൈൻ റോള്. അത് രാജകിരന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു റോളാണ്. അതുപോലെ പശുപതിക്ക് ഇതുപോലെ ഒരു എലവേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പേടിച്ച്, അല്ലെങ്കിൽ അതുപോലെ അസുരനിൽ പശുപതി ഉണ്ട് ധനുഷിൻ്റെ കൂടെ. അപ്പോൾ ആ പശുപതിക്ക് ഇതുപോലത്തുള്ള റോളൊക്കെ പക്ക ചുമ്മാ ചെയ്തു വിടും പുള്ളി. അതുപോലെ തന്നെയാണ് പക്കായിട്ട് നാച്ചുറലായിട്ട് ഈ പടത്തിലും ചെയ്തിട്ടുണ്ട് പശുപതി. അജാതിയായിട്ട് പുള്ളിക്കാർ ചുമ്മാ ചെയ്തു വിടും. പിന്നെ ഇതിൽ അമീറിൻ്റെ റോളുണ്ട്. അമീർ വരുമ്പം അമീർ ഒരു രാജൻ ടൈപ്പ് റോളാണ്. അതായത് നമ്മൾ വടച്ചെന്നൈ കണ്ടതുപോലെ ആ ഒരു നാട്ടുകാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വലിയൊരു ഗാങ്സ്റ്റർ, അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരാൾ, അയാൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ, ആ റോളും അമീർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലിൽ വരുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ മുന്നേ കർണൻ, മാമന്നലിലൊക്കെ മാരി സെൽവരാജ് ഈ സിനിമയിൽ ലാലുണ്ടായിരുന്നു. അതുപോലെ ഇതിലും ലാലുണ്ട്. ലാലിലും നല്ല ഒരു ഇമ്പോർട്ടൻ്റ് റോള് തന്നെയാണ് ഈ സിനിമയിൽ. നല്ല രീതിക്ക് തന്നെ അഭിനയിച്ചിട്ടുമുണ്ട്. ആൻഡ് എനിക്കിതിൽ ലാലിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള റോളാണ്. ബട്ട് അതിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാലിൽ ആ നെഗറ്റീവ് ഷെയ്ഡ്, അതായത് ഒരു ജാതിവേറി ആ ടീമിലുള്ള ഒരാളാണെങ്കിലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ലാലിന് അതിലുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അത് കൊള്ളാം കേട്ടോ, നൈസ് സാധനം എന്നൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ലാലിൻ്റെ അതിൽ. പിന്നെ അനുപമ പരമേശ്വരൻ ആൻഡ് രജിഷ വിജയൻ ധ്രുവിൻ്റെ ചേച്ചിയായിട്ടാണ് വരുന്നത്. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കർണലിൽ രജിഷ വിജയനുണ്ട്, നിങ്ങൾ കണ്ടാണ്. മാരി സെൽവരാജൻ സിനിമ തന്നെയാണ്. ആൻഡ് അനുപമയും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ധ്രുവ് ആൻഡ് അനുപമയുള്ള റോളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ സീൻസ് സിനിമയിൽ. ബട്ട് അത് എന്താ പറയുക, ഈ ഒരു ലവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. കാരണം ഒരുപാട് എപ്പോഴും അടുത്ത് നിൽക്കുന്നവരല്ല, കുറേ കാണാതെ അല്ലെങ്കിൽ കുറേ വിഷമങ്ങൾ സഹിച്ച് നിൽക്കുന്ന ഒരു ലവേഴ്സാണ് കൊച്ചുനാളിലെ തൊട്ട്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് അവർ കാണുമ്പം അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തു പറയേണ്ടത് നിവാസ് കെ പ്രസന്നയുടെ മ്യൂസിക്കാണ്. ഞാൻ ഇടയ്ക്ക് തോന്നി ഇത് വടച്ചെന്നൈയിൽ എവിടെയെങ്കിലും ഞാൻ പോയി വന്നു. കാരണം സന്തോഷ് നാരായണൻ ടൈപ്പ് ഒരു റോ മെറ്റീരിയൽ സാധനങ്ങളാണ് BGM ഒക്കെ വന്നത്. ഇൻ്റർവെല്ലൊക്കെ ഒരു സീനിലൊക്കെ BGM പടച്ചു വിട്ടോലാണ് എനിക്ക് തോന്നുന്നത്. ഒരുമാതിരി ഒരു
ഒരു മാസ് അപ്പീൽ കിട്ടില്ലാനായിട്ട് ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള നല്ല BGM ഒക്കെ അത് പടത്തിലുടനീളം. ഞാൻ ഇടയ്ക്ക് ആലോചിച്ചു പടത്തിൽ എന്തിനാണ് ഈ 5 പാട്ടൊക്കെ, ബട്ട് 5 പാട്ടും ആ സിനിമയിൽ പ്ലേസ് ചെയ്ത ടൈം, അതിൽ ഏറ്റവും വേടം പാടിയ ആ ഒരു റെക്കെ റെക്കെ എന്നൊരു സോങ്ങാണ്. ആ പാട്ട് തിയേറ്ററിൽ കിട്ടില്ല നോളായിരുന്നു. അത് ആ പാട്ടിൽ ധ്രുവിൻ്റെ പെർഫോമൻസും അവരുടെ പ്രാക്ടീസ് സെക്ഷനൊക്കെ ആയിട്ട് നന്നായിട്ട് മൊത്തത്തിൽ ബൈസൺ എനിക്ക് തോന്നുന്നു മാരി സെൽവരാജിൻ്റെ ഒരു വൺ ഓഫ് ദ ഇപ്പോൾ ഒരു 5 പടമായില്ലേ, ഒരു 3 പടം എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് ബെസ്റ്റ് 3 എടുക്കുവാണെങ്കിൽ അതിൽ ബൈസൺ വരും. കാരണം അതിൽ എല്ലാവരും നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. സെയിം നമ്മൾ അതായത് ഒരു എന്താ പറയുക, ഒരു കബഡി ഭ്രാന്തൻ തൻ്റെ വിജയത്തിനായിട്ട് ഓടുന്നു, അതിന് സഹായിക്കാനുള്ള ആ ഒരു അച്ഛനും ചേച്ചിയും, അങ്ങനെ ആ കബഡി സീക്വൻസ് ഒക്കെ ഉണ്ട്, എല്ലാം സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കബഡി ഒരു നമുക്കൊരു മാസ് ഫീൽ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ധ്രുവ് വിക്രമിൻ്റെ ഒരു ശൈലിയൊക്കെ ധ്രുവിൽ വന്നു. അതൊരു ആ ഒരു എന്താ പറയുക, ഒരു സെൻറ്റി അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ സൗണ്ട് വരാതെ അങ്ങനെ ഒരു സൗണ്ട് വരാത്ത ഒരു ഹസ്കി വോയിസ് ഒക്കെ വന്നപ്പോൾ എനിക്ക് വിക്രമിനാണ് ഓർമ്മ വന്നത്. അതുപോലെ നന്നായിട്ട് ധ്രുവ് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ബസ്കട്ടും അങ്ങനെ ആ താടിയൊക്കെ വെച്ചിട്ട് വരുമ്പോൾ സത്യം പറഞ്ഞ വില്ലേജാണ്, എന്നാലും പട ലുക്ക്. പിന്നെ ഒളിമ്പിക്സിലൊക്കെ പോകുന്ന സീനുകളൊക്കെ ഉണ്ട്. അതാണ് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. അതാണ് ഞാൻ കുറേ ഒന്നും പറഞ്ഞു തരാത്തത്. അപ്പോൾ പടം കാണാനുള്ള താല്പര്യമുള്ളവർ പോയി കാണുക, തിയേറ്ററിൽ പോയി തന്നെ കാണുക. നല്ലൊരു മസ്റ്റ് വാച്ചാണ്. ഇടയ്ക്ക് തോന്നിപ്പോവും എന്തിനൊക്കെയാണ് പ്രശ്നം, തൊട്ട അടിയാണ്. അത് നമുക്ക് തോന്നി ഇതിനൊക്കെയാണ് അടി വെക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിലൊരു റിവെഞ്ചാണ് പടം. അതായത് ഒരു പക, ഒരു നാട് തമ്മിലുള്ള ഒരു പക, അതിലോട്ട് പ്രതിഷേധിച്ചു പോകുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ ഒരാൾക്ക് കബഡി ഭ്രാന്ത്, അത് രക്ഷപ്പെടുന്നു, അതിന് സഹായിക്കുന്ന കുറച്ച് PT സാറ്, നാട്ടിലെ ആൾക്കാർ, അങ്ങനത്തെ കുറച്ച് അങ്ങനെ ഒരു കിട്ടിലൻ വില്ലേജിൽ ഒരു എന്താ പറയുക രക്ഷപ്പെട്ടു പോകുന്ന, അതായത് അവസാനം പറയുന്നുണ്ട് കുറേ എന്താ പറയുക ഒരു രക്ഷപ്പെടുന്ന വാക്കുകളും ഡയലോഗുകളൊക്കെ. അത് തിയേറ്ററിൽ നല്ല ക്ലാപ്സ് ആയിരുന്നു. അതായത് നീ ഇപ്പോൾ ഇതേപോലെ ഒരു എന്താ പറയുക, ഇപ്പോൾ നമ്മളൊരു ലോക്കൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരു പട്ടിക്കാടി കിടന്നിട്ട് അവൻ ഇപ്പോൾ രക്ഷപ്പെട്ട് ഇന്ത്യയുടെ മുന്നിൽ നെറുകയിൽ നിൽക്കുന്നില്ല, അത് നമുക്ക് അഭിമാനമില്ല, അത് പറ്റി അഭിമാനപ്പെടാതെ അവൻ നമ്മളാളല്ല, അവൻ എൻ്റെ ജാതിയല്ല, അങ്ങനെ ഒരു മാസ് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നന്നായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് മാരി സെൽവരാജിൻ്റെ പടങ്ങളിൽ കാണുന്ന മൊത്തത്തിൽ ബൈസൺ, കാലമാടൻ, ധ്രുവിൻ്റെ അമ്മാതിരി പെർഫോമൻസ് ആണ്. എന്തായാലും നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി കാണും. പക്ക സ്റ്റഫ്.